عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, പഠിതാക്കളെ, നമ്മൾ സൂറത്തു സ്വാഫാത്തിലെ 40 വരെയുള്ള ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ചെറിയ ചെറിയ ആയത്തുകളായതുകൊണ്ട് അല്പം കൂടുതൽ ആയത്തുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 41 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിന്റെ തുടർച്ചയാണ് ഈ വരുന്നതും, അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 41 മുതലുള്ള ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك لهم رزق معلوم فواكه وهم مكرمون في جنات النعيم على سرر متقابلين يطاف عليهم بكأس من معين بيضاء لذة للشاربين لا فيها غول ولا هم عنها ينزفون. ഇത്ര ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നോക്കിത്തരാവേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓതിക്കോളൂ എല്ലാവരും. ഉലൈക ലഹും റിസ്ഖും മഅലൂം. ഫവാകിഹു വഹും മുക്രമൂൻ ഫീ ജന്നാത്തിൻ നഈം അലാ സുറുരിൻ മുതഖാബിലീൻ يطاف عليهم بكأس من معين بيضاء لذة للشاربين لا فيها غول ولا هم عنها ينزفون. ഇതില് ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ അതിനോട് ചേർന്നിട്ടാണ് അതിന്റെ തൊട്ട് ഭാഗം വരുന്നത്. അപ്പം ഉലൈക ലഹും റാക്ക് കസറാണ്, തർക്കീക്ക് ചെയ്തോന്നാണ്. റിസ്ഖും മഅലൂം. ഇവിടെ ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ 44-ാമത്തെ ആയത്തിൽ അലാ സുറുരിൻ, റിൻ എന്നല്ല, നമുക്കറിയുന്നതാണ്. റാഇന് കസ്റ് വരുമ്പോൾ തർക്കീക്ക് ചെയ്യണം. അലാ സുറുരിൻ മുത്തഖാബിലീൻ, ഖാഫാണ്. അതേപോലെ 45-ാമത്തെ ആയത്തിൽ അവിടെ യുത്താഫു തായിലേക്ക് പോകരുത് പാരായണത്തില്. യുത്താഫു ത്വാ വരണം. അപ്പം അതുപോലെ 46-ാം വചനം ലസ്സത്തില്ലി ഷാരിബിൻ, അവിടെ ഇദ്ഗാം ബിലാ തന്നെയാണ്, മണിക്കരുത്, എന്നാൽ ഇദ്ഗാം ചെയ്ത് പാരായണം ചെയ്യണം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ആയത്ത് 41-ാമത്തെ ആയത്ത്. അവിടെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെടുത്ത് പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
സ്വീകരിക്കുന്നത് ഇഖ്ലാസ് ഉള്ള ആളുകളിൽ നിന്ന് മാത്രമാണ്. അതായത് നമ്മുടെ സംസാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാവണം. പുറമേ കാണുമ്പോൾ ആളുകളോട് ചിരിക്കുകയും അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുക, ഉള്ളിൽ അവരോട് പക ഇങ്ങനെ വെച്ച് പുലർത്തുക. അപ്പോൾ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഇടപെടൽ, ആരാധനകളിൽ, എല്ലാ കാര്യങ്ങളിലും ഇഖ്ലാസ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി കൊടുക്കുന്ന അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറയാണ്. ഒരുപാടില്ല, ചുരുക്കി പറഞ്ഞു പോവാണ്. ഉലായിക്ക എന്ന് പറഞ്ഞാൽ അക്കൂട്ടരാവട്ടെ, ലഹും അവർക്കുണ്ട്, റിസ്ക്കും മഅലൂം. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഉപജീവനം, ആഹാരം, ഉപജീവനം അല്ലെങ്കിൽ ആഹാരം. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ ത്വയ്യിബ. അതുപോലെ അങ്ങനെ അള്ളാഹുവിനോട് റിസ്ക് ചോദിക്കുന്നുണ്ട്, പരിശുദ്ധമായ റിസ്കിനെ, ഹലാലായ ഭക്ഷണത്തെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിസ്കൻ, അല്ലേ, ഇൽമൻ നാഫിയ റിസ്കൻ ത്വയ്യിബ വ അമല മുത്തഖബ്ബല. പ്രാർത്ഥനകളിൽ അതിപ്രധാനമായൊരു പ്രാർത്ഥനയാണ്. അവിടെ ത്വയ്യിബായ റിസ്കിനെ ചോദിക്കുന്നുണ്ട്. കേവലം അള്ളാഹുവെ റിസ്ക് തരണം എന്നുള്ളതല്ല, അത് കിട്ടുന്ന മാർഗം, അനുവദനീയമായത്, ഹലാലായത്, അള്ളാഹു തൃപ്തിപ്പെടുന്നത്, അങ്ങനെ എല്ലാ നിലയ്ക്കുമുള്ള റിസ്ക്കാണ് റിസ്കൻ ത്വയ്യിബ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അക്കൂട്ടർക്ക് എന്തുണ്ട്? റിസ്ക്കും മഅലൂം, അറിയപ്പെട്ടതായ ഉപജീവനമുണ്ടായിരിക്കും. അറിയപ്പെട്ടതായ, നിർണയിക്കപ്പെട്ടതായ, അള്ളാഹു അവിടെ ഓരോരുത്തർക്കും കണക്കാക്കിയിട്ടുണ്ട്, അത് അള്ളാഹുവിടെ കൊടുക്കും എന്നുള്ളതാണ്. അവിടെ ഉലായിക ലഹും റിസ്ക്കും മഅലൂം. പിന്നെന്ത് പറഞ്ഞു? ഫവാക്കിഹു വഹും മുക്രമൂൻ എന്നുള്ളതാണ്. അപ്പൊ 41-ാമത്തെ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ എന്തുണ്ട്? റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനൊരു ഉദ്ദേശമുണ്ട്, പരലോകത്ത് സ്വർഗത്തിൽ അതിന് മറ്റൊരു ഉദ്ദേശമാണുള്ളത്. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് ഭക്ഷണം എന്തിനാണ്? പ്രധാനമായും നമ്മുടെ വിശപ്പിനുള്ള ഭക്ഷണം എന്നുള്ള നിലയ്ക്കാണ് നമ്മളിവിടെ റിസ്ക് ചോദിക്കുന്നത്. അതോടൊപ്പം നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ അതിലൂടെ ഒരു അനുഭൂതി കണ്ടെത്തുന്നു, സന്തോഷം കണ്ടെത്തുന്നു. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ റിസ്ക് എന്തിനാണ്? ഇവിടെ വിശപ്പ് മാറാനാണ്. ഇവിടെ വെള്ളം എന്തിനാണ്? ദാഹം മാറാനാണ്. പക്ഷെ നാളെ പരലോകത്തെത്തുമ്പോൾ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് വിശപ്പും ദാഹവും ഉണ്ടാവുകയേയില്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്തു താഹയിൽ പറയുന്നുണ്ട്. അവർക്കവിടെ ദാഹിക്കുകയില്ല, അവർക്കവിടെ വിശക്കുകയില്ല. അപ്പൊ ദാഹത്തിനും വിശപ്പിനും അല്ല നാളെ സ്വർഗത്തിൽ അള്ളാഹു കായികനികളും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നത്, മറിച്ച് ആസ്വാദനത്തിനും അനുഭൂതിക്കും വേണ്ടി മാത്രമാണ്. ഭക്ഷണം കഴിക്കുന്നത് വിശപ്പിനോ ദാഹത്തിനോ അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരലോകത്ത് മഹ്ശറിൽ വെച്ച് എന്തുണ്ട്? ഹൗദുൽ കൗസർ. എല്ലാ നബിമാർക്കും ഹൗദുൽ കൗസർ ഉണ്ടാവുന്നതാണ്, അല്ലെ? എല്ലാ നബിമാർക്കും അള്ളാഹു നാളെ ഹൗദുൽ കൗസർ ഒരുക്കും. ആ ഹൗദുൽ കൗസറിൽ ഏറ്റവും വലുതും ഏറ്റവും വിശാലമായതും ഏറ്റവും മനോഹരമായതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്ന ഹൗലാണ്. ആ ഹൗദിന്റെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ ചിലരെ എന്ത് ചെയ്യും? പോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കും. അവര് മതത്തിൽ പലതും കടത്തി കൂട്ടിയ ബിദഅത്ത് ചെയ്ത ആളുകളാണ്. നന്മകളെന്ന് വിചാരിച്ച് ചെയ്തതാണ്, പക്ഷെ ബിദഅത്തുകളാണ് ചെയ്തു കൂട്ടിയത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാനീയം കൊടുക്കില്ല. വിശ്വാസികളായ, നേരത്തെ പറഞ്ഞ ഇഖ്ലാസുള്ള ആളുകൾക്ക് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പാനീയം മുക്കി കൊടുക്കും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി. അപ്പൊ അവിടെ ആ ഹദീസിൽ പറയുന്നുണ്ട്, ആ ഹൗദിൽ നിന്ന് ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ദാഹിക്കുകയേയില്ല. ദാഹമോ വിശപ്പോ ഒന്നും പിന്നെ അയാൾക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ഇതാണ് ദുനിയാവിലെ റിസ്ക്കും ആഖിറത്തിലെ റിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ വെള്ളം കുടിക്കുന്നത് പ്രധാനമായും നമ്മുടെ ദാഹം അകറ്റാനാണ്, ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ വിശപ്പ് അകറ്റാനാണ്. എന്നാൽ നാളെ സ്വർഗത്തിൽ ഇവ ഒക്കെ നമുക്ക് കുടിക്കാൻ കിട്ടുന്നതും നമുക്ക് കഴിക്കാൻ കിട്ടുന്നതും എല്ലാം ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണെന്നർത്ഥം. ആസ്വാദനം. ഇപ്പം ഒരു പഴം കൊടുക്കപ്പെടുമ്പോൾ വിശ്വാസികളായ ആളുകൾ പറയും, അള്ളാഹു ഇത് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ കിട്ടിയായിരുന്നല്ലോ ഇത് തന്നെ എന്ന് പറയുമ്പോൾ അതേ പഴത്തിന്റെ ആ ഒരു രുചി തന്നെ അള്ളാഹുടെ മാറ്റിക്കളയാണ്. ഒരേ പഴം വീണ്ടും വീണ്ടും കൊടുക്കപ്പെടുമ്പോൾ അതിന്റെ രുചി തന്നെ മാറ്റുന്നു. കാരണം ഇവിടെ നമ്മൾ ഒരു 2-3 ദിവസം ഇറച്ചി കഴിച്ചാൽ നമ്മൾ പറയും ഇറച്ചി മടുത്തു, ചിക്കൻ മടുത്തു. അതുപോലെ ബിരിയാണി അടുത്തടുത്ത് വെച്ചാൽ പറയും ബിരിയാണി മടുത്തു.
മീൻ എടുത്തെടുത്ത് വെച്ചാൽ അവരെ മീൻ എടുത്തു അല്ലെ, എന്തും വെജിറ്റബിൾ എന്തും എത്ര നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും നമുക്കിവിടെ മടുപ്പുണ്ടാവും. എത്ര ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും മടുപ്പുണ്ടാവും. അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് മടുപ്പുണ്ടാവും. എന്നാൽ പരലോകത്താവട്ടെ സ്വർഗത്തിലാവട്ടെ അവിടെ മടുപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ അവിടെ എന്തെല്ലാം ആസ്വദിക്കുന്നുണ്ടോ അവിടെ എവിടെയും. ഇപ്പം നമ്മൾ സ്വർഗത്തിൽ ഒരു സ്ഥലം കണ്ടു, ആ സ്ഥലം മനോഹരമായിരുന്നു, ആ സ്ഥലം നമ്മൾ കണ്ടുകൊണ്ട് കൺകുളിർക്കെ കണ്ട് ആസ്വദിച്ചു. പക്ഷെ അതേ സ്ഥലം അള്ളാഹു എന്ത് ചെയ്യുന്നു, പിറ്റേന്നാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ അവിടുത്തെ ഇത് തന്നെ മാറ്റുന്നു, അറേഞ്ച്മെന്റ് തന്നെ മാറ്റുന്നു. എപ്പോഴും സ്വർഗത്തിൽ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് പുതുമയാർന്ന കാഴ്ചകളായിരിക്കും, പുതിയ ഭക്ഷണങ്ങളായിരിക്കും, പുതിയ പഴങ്ങളായിരിക്കും, പുതിയ ടേസ്റ്റുകളായിരിക്കും. അങ്ങനെ ഒരു നിലയ്ക്കും മടുപ്പില്ലാത്ത ഒരു അനുഭൂതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിക്കപ്പെട്ട ആളുകൾക്ക് അവിടെ ഒരുക്കി കൊടുക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ രിസ്ക്കും അവിടുത്തെ രിസ്ക്കും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ ഖുർആൻ എടുത്തു പറഞ്ഞത് സ്വർഗത്തിലെ വിഭവങ്ങളെ പറ്റി പറഞ്ഞപ്പം പ്രധാനമായും എടുത്തു പറഞ്ഞ ഒന്ന് പഴങ്ങളാണ്. പഴങ്ങൾ പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിശപ്പില്ലാത്തത് കൊണ്ടാണെന്നാണ്. ഫവാക്കിഹ്, നമ്മൾക്ക് അവിടെ ആസ്വദിക്കാൻ എന്നുള്ള രൂപത്തിൽ. അതാണ് 42-ാം വചനത്തിൽ പറയുന്നത് ഫവാക്കിഹ്. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ പഴം, അതിന്റെ ബഹുവചനമാണ് ഫവാക്കിഹ്. അപ്പം ഫവാക്കിഹു അതായത് സുഖഭോജ്യങ്ങളായ പഴവർഗ്ഗങ്ങൾ. പിന്നെയോ വഹും മുക്രമൂൻ, അവർ അവിടെ ആദരിക്കപ്പെടുന്നവരുമാണ്. അക്രമ എന്ന് പറഞ്ഞാൽ ആദരിച്ചു. അക്രമ യുക്രിമു ഇക്റാമൻ ഫഹുവ മുക്രിമുൻ. ഇവിടെ മുക്കറം എന്നാണ്. മുക്കറം ആദരിക്കപ്പെടുന്നവർ. അപ്പൊ അവർ അവിടെ ആദരിക്കപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും. ഇത് സ്വർഗത്തിലെ പരലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതായത് ഇവിടെ എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്കിവിടെ ഒരു റെസ്പെക്റ്റ്, ഒരു ആദരവോ ബഹുമാനമോ ഒന്നും കിട്ടുന്നില്ല. ആളുകൾ നമ്മളെ അവഹേളിക്കുന്നു, ആളുകൾ നമ്മളെ നിന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു വിഷമമുണ്ട്. അപ്പം മനുഷ്യനെ തന്നെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച് പ്രത്യേകം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വലക്കത് കറംന ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം എന്ത് ചെയ്തിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സൃഷ്ടിപ്പിൽ തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഒരു ലോകം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ റെസ്പെക്ട് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്, ഇടപെടുന്നത്, പെരുമാറുന്നത്. അതാണ് നാളെ പരലോകത്ത്. ഇവിടെ ആ നിലയ്ക്ക് ആദരവും ബഹുമാനവും അഭിനന്ദനവും ഒക്കെ കിട്ടേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അന്യായമായി ദ്രോഹിക്കപ്പെടുന്നുണ്ടാകും, നിന്ദിക്കപ്പെടുന്നുണ്ടാകും, അപമാനിക്കപ്പെടുന്നുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രയാസമാണ്. പക്ഷെ അതൊന്നും നാളെ പരലോകത്തില്ല. അവിടെ സ്വർഗത്തിലുള്ള ഓരോരുത്തർക്കും ആദരവും ബഹുമാനവും വേണ്ടതുപോലെ ലഭിക്കും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരേ ആയത്തിൽ പറഞ്ഞു. ഒന്ന്, സ്വർഗത്തിൽ ലഭിക്കുന്ന ആദരവ്. അതേ ആയത്തിൽ തന്നെ അള്ളാഹു അവിടെ ലഭിക്കുന്ന കായികനികളെ സംബന്ധിച്ചും സൂചിപ്പിച്ചു. ഇനി 43-ാമത്തെ വചനം, ഫി ജന്നാത്തിൻ നഈം, അവരെവിടായിരിക്കും, സൗഭാഗ്യത്തിന്റെ സ്വർഗങ്ങളിലായിരിക്കും. സ്വർഗം എന്ന് പറയുന്നത് എല്ലാ നിലയ്ക്കുമുള്ള സൗഭാഗ്യമാണ്, എല്ലാ നിലയ്ക്കുമുള്ള സൗഭാഗ്യമാണ്. അവിടെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു കുറവ് വരില്ല. സ്വർഗം എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും, അല്ലെ? സ്വർഗത്തിൽ ഇന്നത് ലഭിക്കണം. ഇപ്പം നമ്മളെ ഈ ഒരു പ്രായത്തിൽ, ഇപ്പൊ ഈ ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ കുട്ടികൾക്കൊക്കെ മദ്രസയിൽ സ്വർഗത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവര് ചിലപ്പം ചോദിക്കും, അവിടെ ഐസ്ക്രീം ഉണ്ടാവോ, അവിടെ സൈക്കിൾ ഉണ്ടാവോ, അവിടെ ബലൂൺ ഉണ്ടാവോ, എന്നാൽ പിന്നെ ഞങ്ങൾ നിസ്കരിച്ചോളാം എന്ന് പറയും. അപ്പോൾ ഓരോ പ്രായത്തിലുള്ളവർക്ക് സ്വർഗത്തെ പറ്റിയുള്ളൊരു കൺസെപ്റ്റ്. ഇപ്പം മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്യമില്ലാതെ അവിടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ അള്ളാഹു പറഞ്ഞ അവിടെ മദ്യമുണ്ട്, പക്ഷെ അതിന്റെ സവിശേഷതകളും ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങൾ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തോളാം. അപ്പൊ ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇന്നത് കിട്ടുമോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അള്ളാഹ് പറയുന്നത്, ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് അവിടെ ലഭിക്കും, സൗഭാഗ്യമേ അവിടെയുള്ളൂ. അപ്പൊ സൗഭാഗ്യത്തിന്റെ സ്വർഗങ്ങളിലാണ് ആളുകൾ എല്ലാവരും അവിടെ കഴിയുക എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് 44-ാം വചനത്തിൽ. അതെന്താണ്? അലാ സുറൂറിൻ മുതഖാബിലിൻ. സുറൂർ എന്ന് പറഞ്ഞാൽ കട്ടിലുകൾ. സരീർ എന്ന് പറയും അതിന്റെ ഏകവചനം. അപ്പം സരീറിന്റെ ബഹുവചനാണ് സുറൂർ. അപ്പൊ ചില കട്ടിലുകളിലായിരിക്കും അവരുണ്ടാവുക. എങ്ങനെയാണ് ആ കട്ടിലുകളിൽ അവരിയ്ക്കുക?
മുത്തക്കാബിലീൻ, അഭിമുഖമായിട്ടായിരിക്കും, അഭിമുഖരായിട്ട്. തക്കാബല എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളുടെ ഫേസ് ആയിട്ടാണ് അവിടെ ഉണ്ടാകുക, ഒരാൾ ഒരാളുടെ പുറകിലല്ല എന്നർത്ഥം. നമ്മളെ ബസ്സിലും ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരാളുടെ പുറകിൽ അടുത്ത സീറ്റ്, അതിൻ്റെ പുറകിൽ അടുത്ത സീറ്റ്, അങ്ങനെയാണല്ലോ. സ്വർഗത്തിൽ അള്ളാഹു ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നത് പരസ്പരം കാണാനും അനുഭവിക്കാനും പറ്റുന്ന രൂപത്തിൽ ഫേസ് ടു ഫേസ് ആയിട്ടായിരിക്കും. ഉയർന്ന തരത്തിലുള്ള കട്ടിലുകൾ ഇരിപ്പിടങ്ങളായിരിക്കും. കാരണം സ്വർഗത്തിലെ കാഴ്ചകൾ പിന്നെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കട്ടിലുകളുടെ പ്രത്യേകത സ്വർണ്ണ നൂലുകൾ കൊണ്ട് മെടഞ്ഞെടുത്തവയാണ്, അലങ്കരിക്കപ്പെട്ടവയാണ്. അങ്ങനെയൊക്കെ പല രൂപത്തിൽ ഖുറാനിൽ സൂറത്തുൽ വാഖിയയിലും മറ്റൊക്കെ അത് പറയുന്നുണ്ട്. അപ്പം ഇത് എടുത്തു പറഞ്ഞ ഒരു സംഗതി, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കിട്ടുന്ന ഒരു അനുഭൂതി എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പ്രത്യേകതകളും പിന്നെ വൈശിഷ്ട്യവും എന്തുണ്ട് അതിനുണ്ട് എന്നർത്ഥം. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതല്ല കാര്യം. ഞാൻ കഴിഞ്ഞ ആയത്ത് പറഞ്ഞപ്പം അവിടെ സ്വർഗത്തിൽ വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞല്ലോ. അത് സൂറത്ത് ത്വാഹ 20-ാമത്തെ അധ്യായം, സൂറത്ത് ത്വാഹ 118, 119 ആയത്താണ്. താഴെ ദമാനി മൗലവി റഹ്മുല്ല അതിൻ്റെ വിശദീകരണമായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ താഴെ കാണാം, സ്വർഗത്തിൽ നമ്മൾ കഴിക്കുന്നത് വിശപ്പിന് വേണ്ടിയോ ദാഹത്തിന് വേണ്ടിയോ മാറാൻ വേണ്ടിയല്ല, ആനന്ദത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഉപജീവനങ്ങളെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് പഴങ്ങളെ എടുത്തു പറയാൻ കാരണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആ ഭാഗ്യങ്ങളെല്ലാം, ആ സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനുള്ള മാനസികമായ ഇബാദത്ത് കൊണ്ടുള്ള ഒരുക്കം തീർച്ചയായിട്ടും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇനി 45-ാമത്തെ ആയത്ത്, 45, 46, 47 3 ആയത്തുകൾ കൂടിയാണ് നമുക്കുള്ളത്. 45-ാം വചനം ഇതാണ്: യുത്താഫു അലൈഹിം ബികഅസിൻ മിൻ മഈൻ. യുത്താഫു എന്ന് പറഞ്ഞ യത്തൂഫു എന്നതിന്റെ മജ്ഹൂലായ രൂപമാണ് യുത്താഫു. ത്വാഫ യത്തൂഫു. അപ്പൊ യുത്താഫു എന്ന് പറഞ്ഞാൽ ചുറ്റി നടക്കപ്പെടുന്നതാണ്. അലൈഹിം, ആ സ്വർഗവാസികൾക്കിടയിലൂടെ, ബികഅസിൻ, കുറെ ആളുകൾ ഇങ്ങനെ ചുറ്റി നടക്കും, സേവകന്മാർ. ബികഅസിൻ എന്തുമായിട്ടാണ്? കോപ്പകളുമായിട്ട്. കോപ്പ. മിൻ മഈൻ, ഉറവ് പൊട്ടിയൊഴുകുന്ന ഉറവ് നീരിന്റെ, അത് ശുദ്ധമായ ഉറവ് നീര് അവിടെ കൊടുക്കപ്പെടുന്നുണ്ട്. മദ്യം അവർക്ക് കൊടുക്കപ്പെടും എന്നുണ്ട്. അപ്പൊ ഉറവ് പൊട്ടിയൊഴുകുന്ന പാനീയ ജലത്തിന്റെ കോപ്പയും കൊണ്ട് അവരിൽ ചുറ്റി നടക്കപ്പെടും. ആര് നടക്കും? പ്രത്യേക സേവകന്മാർ എന്നുണ്ട്, കുട്ടികൾ എന്നുണ്ട്. അപ്പം ബാലന്മാർ എന്ന സൂറത്തുൽ വാഖിയയിലൊക്കെ പറയുന്നുണ്ട്, ഗിൽമാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറയുന്നത് ഈ കുട്ടികൾ ഏതാണ്? ഒന്ന്, അമുസ്ലിങ്ങളായ മാതാപിതാക്കളുടെ മക്കള്, ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികൾ, അവരാണെന്നുള്ള അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ പിന്നെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മുസ്ലിം മാതാപിതാക്കളുടെ മരണപ്പെട്ടു പോയ ചെറിയ മക്കളാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ. അതല്ല, സ്വർഗത്തിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കപ്പെട്ട ബാലന്മാരാണ്. എന്തായാലും കുട്ടികൾ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ അവര് ചുറ്റി നടക്കുമ്പോൾ, സേവകന്മാർ ചുറ്റി ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണാമല്ലോ, ഈ ദീവാനിയകളൊക്കെ കാണാം. നമ്മുടെ നാട്ടിൽ പരിചയമില്ല. അവിടെ സേവകന്മാരുണ്ടാവും, അവരോരോ പിന്നെ കുടിക്കാനുള്ള ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അത് കുടിച്ചവർ ആസ്വദിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആ വെള്ളത്തിനെ പറ്റി പറയുന്നിടത്ത് കാണാം, ബൈളാ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, അതിന്റെ നിറം വെള്ള നിറമാണ്. ലദ്ദത്തിന് ആസ്വാദ്യകരമാണ്, ഒരാൾക്കും അത് അരോചകം എന്ന് പറയില്ല. ലിശ്ശാരിബീൻ, ആർക്ക്? കുടിക്കുന്ന ആളുകൾക്ക്. ഷെരിബ എന്നുവെച്ചാൽ കുടിച്ചു എന്നാണ്, ഷാരിബീൻ വെച്ചാൽ കുടിക്കുന്ന ആളുകൾക്ക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പല പിന്നെ ആളുകളും പലതും കടകളിൽ വിൽക്കാറുണ്ട്. പാനീയം എന്ന് വെച്ചാൽ ഇപ്പൊ കോഫികൾ ഉണ്ടാവും, അതുപോലെ തന്നെ ജ്യൂസുകൾ ഉണ്ടാവും. അപ്പൊ ചില ജ്യൂസ് കുടിച്ചിട്ട് ചിലർ പറയും അത് സൂപ്പറാണ്, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാൽ അതേ ജ്യൂസ് കുടിച്ച് ചിലർ പറയും ഇത് കൊള്ളൂല. ഇപ്പൊ കോഫി, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ കോഫികളുണ്ട്, ഭയങ്കര വിലയൊക്കെ ഉള്ള കോഫികൾ. അപ്പം ചിലരെ കുടിച്ചിട്ട് പറയും സൂപ്പറാണ്, ചിലരതിന് അഡിക്റ്റ് ആവും. എന്നാൽ വേറെ ചിലരാവട്ടെ അതേ സാധനം കുടിച്ചിട്ട് ഇതൊന്നിനും കൊള്ളൂല എന്ന് പറയും. അപ്പൊ ഇവിടെ ആളുകൾ ടേസ്റ്റ് അനുഭവിക്കുന്ന അങ്ങനെയാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ നാളെ സ്വർഗത്തിൽ അള്ളാഹു ഒരു ഫുഡ് പിന്നെ സ്വർഗവാസികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു പാനീയം അള്ളാഹു കുടിക്കാൻ സ്വർഗവാസികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാവർക്കും ആസ്വാദ്യകരമായിരിക്കും. ഒരാളും അതിനെപ്പറ്റി അരോചകമെന്നോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നോ പറയില്ല.
അതാണ് സ്വർഗീയ പാനീയങ്ങളുടെയും സ്വർഗീയ ഭക്ഷണങ്ങളുടെയും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ 47-ാമത്തെ ആയത്ത്, ലാസ്റ്റ് ആയത്ത് ഇതാണ്, ലാ ഫീഹ ഗൗലും വലാഹും അൻഹാ യുൻസഫൂൻ എന്നാണ്. സ്വർഗത്തിൽ കൊടുക്കുന്ന മദ്യം, കള്ള്, അത് കുടിച്ചാൽ എന്ത് സംഭവിക്കില്ല? ലാ ഫീഹ ഗൗലുൻ വലാഹും അൻഹാ യുൻസഫൂൻ. ഇവിടുത്തെ മദ്യം എന്ന് പറയുന്നത് ദുർഗന്ധമുള്ളതാണ്. കുടിച്ചാൽ തലവേദന എടുക്കും, ഛർദിക്കും, വയറുവേദന എടുക്കും, അതുപോലെ തന്നെ സ്വബോധം നഷ്ടപ്പെടും. ഇതാണ് ഇവിടുത്തെ മദ്യം എന്ന് പറയുന്നത്. അത് വിഷമാണ്. എന്നാൽ അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന മദ്യം എന്ന് പറയുന്നത് ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാം. അത് കുടിച്ചാൽ ഒരിക്കലും തലവേദന എടുക്കില്ല, ഛർദിക്കുകയില്ല, വയറുവേദന എടുക്കില്ല, ദുർഗന്ധം ഉണ്ടാവുകയില്ല, അങ്ങനെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയണം ലാ ഫീഹ, അതിലില്ല ഗൗലിന് ഒരു കെടുതലും ഒരു കേടും, വലാഹും. ഇപ്പൊ ഇവിടെ കുവൈറ്റിൽ കഴിഞ്ഞ മാസം, അതിൻ്റെ മുമ്പത്തെ മാസമോ ഇവിടെ മദ്യം ദുരന്തം ഉണ്ടായിട്ട് കുറെ പേര്, 10-20 പേരോ 15 പേര് 20 പേരൊക്കെ മരിച്ചിരുന്നു. കുറെ പേരുടെ കണ്ണ് കാഴ്ച പോയി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കുന്നതിൽ അങ്ങനെ ഒന്നുമില്ല. വലാഹും, അവരില്ലതാനും, അൻഹ, അതിനാൽ, യുൻസഫൂൻ, അവർക്ക് ലഹരി പിടിപെടുകയില്ല എന്നാണ്. നസഫ യൻസിഫു, നുസിഫ യുൻസഫു, ലഹരി ബാധിക്കുകയില്ല. അപ്പം അവിടെ അള്ളാഹു കുടിക്കാൻ കൊടുക്കുന്നത് വിശിഷ്ടമായ ഒരു പാനീയമാണ്. അവിടുത്തെ മദ്യത്തിന്റെ പ്രത്യേകത അതാണ്. സ്വബോധമില്ലാതെ അവിടെ ഒന്നും വിളിച്ചു പറയുകയില്ല. അപ്പം എല്ലാം അന്യൂനമാണ്. ഒരു ന്യൂനതയും ഒരു പോരായ്മയും ഇല്ലാതെ ഏറ്റവും മികച്ചതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ സ്വർഗവാസികൾക്ക് വേണ്ടി ഒരുക്കുന്നത് എന്നാണ്. അപ്പൊ സൂറത്ത് വാക്കിയയിലെ നമ്മൾ മുമ്പ് പഠിച്ചു പോയൊരു അധ്യായമാണ്. അതിലെ 17, 18, 19 ആയത്തിൽ കാണാം, യത്തൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിലൂടെ ഇങ്ങനെ ചുറ്റി നടക്കും. കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവ് ജലവും നിറച്ച പാനീയവും കൊണ്ട്, പ്രത്യേകിച്ച് മദ്യത്തെ പറ്റി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് വ്യംഗ്യമായിട്ട്. അത് കുടിക്കുക മൂലം അവർക്ക് തലവേദന ഉണ്ടാവുകയില്ല, ലഹരി ബാധിക്കുകയില്ല. അപ്പൊ ഇതാണ്. അപ്പൊ ചില ആളുകളൊക്കെ പിന്നെ പറയാറുണ്ട്, ഇസ്ലാമിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, ഇവിടെ അതൊന്നും കുടിക്കാൻ പാടില്ല, അവിടെ കിട്ടുമെന്നാ പറയുന്നത്, അവിടെ കിട്ടുക പിന്നെ ഇവിടെ ആയാലും എന്താ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ബുദ്ധിശൂന്യമായ ചോദ്യമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇവിടെ ജീവിക്കുന്നവർക്ക് വേണ്ടി റബ്ബ് അവിടെ ഒരുക്കുന്ന വിശിഷ്ടമായ ഭക്ഷണ പാനീയങ്ങളെ പറ്റി അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ മദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ വിശിഷ്ടത തീർച്ചയായും അതിനുണ്ട് എന്നർത്ഥം. നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായി അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. റബ്ബിനോട് അവയെല്ലാം ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് അതിപ്രധാനം. അതേപോലെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇത് ഷാബാൻ മാസമാണ്. ഷാബാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത മാസം റമദാനാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്നലെ ഖുത്ബയിൽ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് എടുത്തിരുന്ന മാസമാണ് ഷാബാൻ മാസം. അതുപോലെ നോമ്പ് എന്തെങ്കിലും വീട്ടാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് എത്രയും പെട്ടെന്ന് നോമ്പ് നോറ്റ് വീട്ടണം. ഫിദിയാണ് കൊടുക്കാനുള്ളത് എങ്കിൽ പണമായിട്ട് കൊടുക്കരുത്, ഭക്ഷ്യവസ്തുവായിട്ട് അത് വിതരണം ചെയ്യാവുള്ളൂ, എങ്കിലേ അത് കബൂലാവുകയുള്ളൂ. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമായിട്ട് പറയുന്നുണ്ട്. അതിൽ ആളുകളുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ബന്ധം വിച്ഛേദിച്ച ആളുകൾ, പ്രത്യേകിച്ച് കുടുംബക്കാരുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾ അള്ളാഹു പറയും, എനിക്ക് ഇങ്ങോട്ട് വേണ്ട, അതവിടെ വെച്ചേക്ക് എന്ന് പറഞ്ഞ റബ്ബ് അതിനെ തട്ടി കളയും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യുന്നതിനിടയ്ക്ക് കുടുംബങ്ങളുമായി, വിശ്വാസികളുമായി പിണങ്ങി നിന്നിട്ട് അതിൻ്റെ എല്ലാം പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്കറിയില്ലേ, ഇപ്പൊ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറയും. എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണ് അവിടെ സ്വീകരിക്കപ്പെടുന്നില്ല, ബ്ലോക്കായി കിടക്കുകയാണ് എന്ന് പറയാറുണ്ടല്ലോ. എന്നതുപോലെ നമ്മൾ ചെയ്ത നന്മകളെല്ലാം ബ്ലോക്കാകും ആളുകളുമായി പിണങ്ങി നിന്നാൽ. അതുകൊണ്ട് ഒരാളായിട്ട് തെറ്റാണ്ടിരിക്കുക, തെറ്റിയാൽ തന്നെ ഉടനെ അങ്ങോട്ട് പോയി സലാം പറഞ്ഞ് ആദ്യം പോയി ബന്ധം ചേർക്കുക. ഇതൊക്കെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവയെല്ലാം ശ്രദ്ധിക്കാനും ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒരാളുടെ റിസ്ക്കിൽ വിശാലത ലഭിക്കണമെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. നമ്മൾ അടുത്ത ശനിയാഴ്ച ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ക്ലാസ് വൈകുന്നേരം
നാട്ടിലെ സമയം ഏകദേശം മഗ്‌രിബ് കഴിഞ്ഞ് കുവൈറ്റ് സമയമാകുമ്പോൾ ഒരു 4:30 മണി. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സമയത്ത് അടുത്ത ശനിയാഴ്ച ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ കുവൈറ്റിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മുഫാസിലയാണ് ക്ലാസ് എടുക്കുക. നമ്മുടെ വീട് നമ്മുടെ സ്വർഗം, നമ്മുടെ വീട് നമ്മുടെ സ്വർഗം എന്ന വിഷയത്തിലായിരിക്കും ഇൻഷാ അല്ലാഹ് ക്ലാസ് ഉണ്ടാവുക. വളരെ നല്ലൊരു ക്ലാസ് ആയിരിക്കും, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല ക്ലാസ് ആയിരിക്കും. അപ്പോൾ പരമാവധി ലിങ്കുകൾ അയക്കുമ്പോൾ അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നന്മയോടൊപ്പം ചേർന്ന് നടക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.